യാംബുവിൽ ഇന്ത്യൻ എംബസിയുടെ കീഴിൽ ഇന്റർനാഷണൽ സ്കൂൾ ആരംഭിക്കണമെന്ന് OICC യാംബു സെൻട്രൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു. വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച 10 പ്രതിഭകൾക്ക് അവാർഡുകളും സമ്മാനിച്ചു. 5000-ഓളം ഇന്ത്യൻ വിദ്യാർത്ഥികൾ വസിക്കുന്ന യാംബുവിൽ എംബസിയുടെ കീഴിൽ കമ്മ്യൂണിറ്റീവ് സ്കൂൾ ആരംഭിക്കണമെന്ന് OICC യാംബു കമ്മിറ്റി സംഘടിപ്പിച്ച അവാർഡ് ദാന ചടങ്ങിൽ സംസാരിച്ചവർ ആവശ്യപ്പെട്ടു. പ്രവാസികളുടെ യാത്രാ ദുരിതത്തിന് പരിഹാരം കാണാൻ ഗൾഫ് രാജ്യങ്ങളുമായി കേന്ദ്ര സർക്കാർ തുറന്ന ആകാശ നയം ഉണ്ടാക്കണമെന്ന് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. യാംബുവിലെ സാംസ്കാരിക, സാമൂഹിക, വിദ്യാഭ്യാസ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച നൂർ ബാവ എന്ന ബാവഹാജി, കരീം താമരശ്ശേരി, മുഹമ്മദ് ഖാദർ, അബൂബക്കർ, UV അബ്ദുൽ കരീം, കുഞ്ഞഹമ്മദ് കോയ എന്നിവരെ ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. 10ാം തരത്തിൽ ഉന്നത വിജയം നേടിയ മുഹമ്മദ് അനീസ്, മുഹമ്മദ് ബിലാൽ എന്നിവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പ്രസിഡന്റ് ശങ്കർ എളങ്കൂർ അധ്യക്ഷത വഹിച്ചു. KM ഷെരീഫ് കുഞ്ഞു, സക്കീർ ഹുസൈൻ എടവണ്ണ, ജോഷി വർഗീസ്, അഡ്വക്കേറ്റ് ജോസ് പള്ളിപ്പുറം എന്നിവർ സംസാരിച്ചു. സിദ്ദീഖുൽ അക്ബർ, മനോജ് തൊടുപുഴ, അസ്കർ വണ്ടൂർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. തുടർന്ന് ജമാൽ പാഷ, മായാശങ്കർ എന്നിവരുടെ നേതൃത്വത്തിൽ ഗാനമേളയും അരങ്ങേറി. मुनीर, जय हिंद न्यूज, जिद्दा।